എൻ്റെ പേര് ശ്രുതി. ഞാനിപ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക് തയ്യൽ ബ്രാഞ്ചിലെ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. ബാങ്ക് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെയാണ് എക്സാം എന്ന് ഇല്ലാച്ചാൽ ഏതൊക്കെ സ്റ്റേജ് ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ടൈമിൽ വന്ന് ചേരുന്നത്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫാക്കൽറ്റീസ് ആയാലും അതുപോലെ ലാബിൻ്റെ സൗകര്യമായാലും ലൈബ്രറി ആയാലും എല്ലാം ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്നൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ ബാങ്ക് കോച്ചിങ്ങിന് വന്നിട്ട് ജോയിൻ ചെയ്തത്. പക്ഷേ പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യം കുറേ കോവിഡൊക്കെ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അങ്ങനെ മിക്സഡൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ തുടങ്ങിയത് പിന്നീടാണ്. പിന്നെ ടൈമിൻ്റെ ഹോം പേജിൽ ഒരുപാട് മോക്ക് ടെസ്റ്റും അതുമാതിരി തന്നെ ക്ലാസ്സുകളും ഓൺലൈനായിട്ട് ക്ലാസ്സുകളും ഒരുപാട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കാണാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം തുടക്കം മുതലേ ടൈം ഒപ്പുണ്ടായിരുന്നു. തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഇപ്പോൾ ഏകദേശം 3 വർഷമായി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ടാണ് ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പ്രൊബേഷണറി ഓഫീസർ എക്സാമും ക്ലർക്ക് എക്സാമും ക്ലിയർ ആയത്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് സമയത്ത് ചോദിച്ചാലും മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷൊക്കെ എനിക്ക് ശരിക്കും ഭയങ്കര വീക്കായിട്ടുള്ള ഏരിയ ആയിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ആ ക്ലാസ് കഴിഞ്ഞിട്ടും എന്ത് ചോദിച്ചാലും പറഞ്ഞു തരണ എത്ര വേണമെങ്കിലും നമുക്ക് മാക്സിമം സപ്പോർട്ട് തരണ രീതിയിലായിരുന്നു ഫാക്കൽറ്റീസ്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു.